Hi dears, welcome back to Mayflower. Today we are discussing the poem I Asked My Mother to Sing by LiYoung. It is an autobiographical poem and the speaker in the poem is the poet himself. ഇതൊരു നൊസ്റ്റാൾജിക് പോമാണ്, ഒരു ഓട്ടോബയോഗ്രഫിക്കൽ കവിതയാണ്. ഈ കവിതയിൽ സ്പീക്കർ കവി തന്നെയാണ്. ആൻഡ് ദ പോയറ്റ് ഈസ് LiYoung. Here we can see a lot of themes like art, tradition, memory, etc. It's a chapter included in the paper New Literature in English. It is the paper for 6th Sem BA students. 6th Sem BA students in the paper ആണ് New Literature in English. ഈ പേപ്പറിൽ ഉൾപ്പെട്ട കവിതയാണ് I Asked My Mother to Sing. Then we can move on to the poem. She begins and my grandmother joins her. Mother and grandmother sing like young girls. If my father were alive, he would play his accordion and sway like a boat. Here, the speaker listens to the singing of his mother and grandmother about the China of their youth. Here in this poem, we can see a nostalgic ആറ്റിറ്റ്യൂഡ്, ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത്. അവരുടെ പഴയ കാലത്തെ ചൈന, ആ ഒരു നേറ്റീവ് പ്ലേസിനെ കുറിച്ചാണ് അവരുടെ ആ ഒരു കവിത. ഈ കവിതയിൽ ദ പോയറ്റ് ലിസൺസ് ടു ദ സിംഗിങ് ഓഫ് ഹിസ് മദർ ആൻഡ് ഗ്രാൻഡ് മദർ. അമ്മയും മുത്തശ്ശിയും പാടുകയാണ്. ആൻഡ് ദർ സോങ് ഈസ് അബൌട്ട് ഓൾഡ് ചൈന, പഴയ ചൈനയെ കുറിച്ച്, അവരുടെ ആ ഒരു യൂത്ത്ഫുൾ കാലഘട്ടം, ആ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ അവരുടെ ചൈന എങ്ങനെയായിരുന്നു, ആ ഒരു നേറ്റീവ് പ്ലേസ് എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ചാണ് അവർ പാടുന്നത്. ആൻഡ് ദ പോയറ്റ് സേസ് ദാറ്റ് ത്രൂ ദ സോങ് ദ സ്പീക്കർ ഫീൽസ് കണക്റ്റഡ് ടു ദീസ് പ്ലേസസ്. ഈവൻ ദോ ഹി ഈസ് നോട്ട് ഫെമിലിയർ വിത്ത് ദീസ് പ്ലേസസ്, ഹി ക്യാൻ ഫീൽ ദീസ് പ്ലേസസ്. അദ്ദേഹത്തിന് ഈ ഒരു പഴയ കാലഘട്ടം, ആ ഒരു കാലഘട്ടം ഒന്നും അദ്ദേഹത്തിന് ഓർമ്മയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹത്തിന് പരിചയമില്ലാത്ത കാലഘട്ടമാണ്. അദ്ദേഹത്തിന്റെ അമ്മയുടെയും മുത്തശ്ശിയുടെയും ഒക്കെ ചെറുപ്പത്തിലുള്ള ഒരു ചൈനയെ കുറിച്ചാണ് പാടുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു സ്ഥലങ്ങളെ കുറിച്ചൊന്നും അറിയില്ല എങ്കിൽ തന്നെയും ഇവരുടെ പാട്ടിലൂടെ അദ്ദേഹത്തിന് ആ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നു. അതായത് ആ ഒരു ചൈനയുമായിട്ട് അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ കഴിയുന്നു. ആൻഡ് ഹി ഓൾസോ റിമെമ്പേഴ്സ് ഹിസ് ഡിസീസ്ഡ് ഫാദർ, തൻ്റെ മരിച്ചുപോയ അച്ഛനെയും ഓർക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇഫ് ഹി ഈസ് എലൈവ്, അദ്ദേഹം ജീവനോട് ഉണ്ടെങ്കിൽ, ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ജീവനോട് കൂടി ഉണ്ടായിരുന്നു എങ്കിൽ, ഹി വുഡ് പ്ലേ ഹിസ് അക്കോർഡിയൻ ആൻഡ് സ്വേ ലൈക്ക് എ ബോട്ട്, അദ്ദേഹം ഈ പാട്ടിനോടൊപ്പം അവരോടൊപ്പം ചേരും. അതോടൊപ്പം തന്നെ ഹി വിൽ സ്വേ ലൈക്ക് എ ബോട്ട്, ദാറ്റ് മീൻസ് ഹി വിൽ മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത് ജസ്റ്റ് ലൈക്ക് എ ബോട്ട്, ഒരു ബോട്ട് ആടി ഉലയുന്നത് പോലെ ആ പാട്ടിന്റെ താളത്തിനൊത്ത് ആ പാട്ടിൽ അദ്ദേഹവും ചേരുമായിരുന്നു എന്നാണ് കവി പറയുന്നത്. The poet remembers his deceased father, and the poem reveals the pain and longing of exile, as well as the power of art in connecting people and their past. Here we can see the power of art. ഒരു കലയുടെ ആ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ആ ഒരു ശക്തി നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ദ ആർട്ട് ഹാസ് ദ പവർ ടു കണക്ട് പാസ്റ്റ് ആൻഡ് പീപ്പിൾ. ജനങ്ങളെയും അവരുടെ ആ പഴയ കാലഘട്ടത്തെയും കണക്ട് ചെയ്യാൻ കലയ്ക്ക് കഴിയും. ആ കലയുടെ ശക്തിയാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദ പോം ഐ ആസ്ക്ഡ് മൈ മദർ ടു സിംഗ്, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1986 ഇൻ ലീസ് ഫസ്റ്റ് പോയട്രി കളക്ഷൻ റോസ്. റോസ് എന്ന ഫസ്റ്റ് പോയട്രി കളക്ഷൻ ഒരു ആന്തോളജിയാണ്. ആന്തോളജി മീൻസ് കളക്ഷൻ ഓഫ് പോംസ്. LiYoungയുടെ ഫസ്റ്റ് കളക്ഷനാണ് റോസ്. ആ റോസ് എന്ന കളക്ഷനിൽ ഉൾപ്പെട്ട കവിതയാണ് ഐ ആസ്ക്ഡ് മൈ മദർ ടു സിംഗ്, ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1986. Then we can move on to the second stanza. I have never been in Peking or in Summer Palace, nor stood on the great stone boat to watch the rain begin on Kinming Lake and the picnickers running away in the grass. Here, the poet says that his mother and the grandmother began to sing like young girls. നേരത്തെ നമ്മൾ പറഞ്ഞു, this poem reveals their old China and their connection to the past period.
ആ ഒരു പാസ്റ്റ് കാലഘട്ടം, അത് ആ ഒരു റിലേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ദീസ് മദർ ആൻഡ് ഗ്രാൻഡ് മദർ ബിഗാൻ ടു സിങ് ജസ്റ്റ് ലൈക്ക് ഗേൾസ്, യങ് ഗേൾസ്. ചെറിയ കുട്ടികളെ പോലെ, ആ ഒരു യുവത്വത്തിലുള്ള കുട്ടികളെ പോലെയാണ് അവർ പാടുന്നത്. ദാറ്റ് മീൻസ് ദേ ആർ റിമെമ്പറിങ് ദെയർ പാസ്റ്റ്. The speaker, who is the poet himself, says that he is not familiar with these places. That means the places that are described in the poem. ഈ കവിതയിൽ പറയുന്ന സ്ഥലങ്ങളുമായിട്ട് എനിക്ക് യാതൊരു പരിചയവുമില്ല. ഇതിൽ പറയുന്ന പെക്കിങ് എന്ന് പറയുന്ന സ്ഥലം, അതേപോലെ സമ്മർ പാലസ്, ഈ സ്ഥലങ്ങളുമായിട്ടൊന്നും എനിക്ക് പരിചയമില്ല. കാരണം ഇവർ പറയുന്ന ചൈന അല്ലെങ്കിൽ ആ ഒരു സ്ഥലങ്ങളെന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിലെ സ്ഥലങ്ങളാണ്. സോ ഐ ആം നോട്ട് ഫെമിലിയർ വിത്ത് ദീസ് പ്ലേസസ്. പിന്നീട് അദ്ദേഹം പറയുന്നു, ഐ ആം നോട്ട് ഫെമിലിയർ വിത്ത് പെക്കിങ്, ദാറ്റ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ചൈന. ചൈനയുടെ തലസ്ഥാനമായ പെക്കിങ്. അതേപോലെ തന്നെ ദ സമ്മർ പാലസ്, സമ്മർ പാലസ് ഒന്നും എനിക്കറിയില്ല. ആൻഡ് ദ സ്പീക്കർ ഹാസ് നോട്ട് എൻറ്റേർഡ് ദ സ്റ്റോൺ ബോട്ട്, എ ബോട്ട് ഷേപ്ഡ് പവലിയൻ ഓൺ എ ലേക്ക് വിതിൻ ദ സമ്മർ പാലസ്. അതോടൊപ്പം തന്നെ ഈ സമ്മർ പാലസ്, അതേപോലെ സ്റ്റോൺ ബോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബോട്ട് ഷേപ്ഡ് പവലിയൻ വിത്ത് ഓൺ എ ലേക്ക് വിതിൻ ദ സമ്മർ പാലസ്. ഈ സമ്മർ പാലസിനുള്ളിൽ ഒരു ബോട്ട് ഷേപ്പിലുള്ള പവലിയൻ ആണ് സ്റ്റോൺ ബോട്ട്. ആൻഡ് ഐ ആം നോട്ട് ഫെമിലിയർ വിത്ത് ദീസ് പ്ലേസസ് ഓൾസോ. പിന്നീട് ദർ ഈസ് ദ സീൻ ഓഫ് റെയിൻ സ്റ്റാർട്ടിങ് ഫോളിങ് ആൻഡ് ദ പിക്നിക്കേഴ്സ് റൺ ഓഫ് ഇൻ സെർച്ച് ടു കവർ. അവിടെ ഉള്ള ഒരു ഫൗണ്ടെയിൻ, അപ്പൊ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഇവരുടെ പാട്ടിൽ ഉൾപ്പെട്ട ഈ ഒരു സീനൊന്നും എനിക്ക് അറിയില്ല. ദെൻ but I love to hear it sing how the water lilies fill with the rain until they overturn, spilling water into water. പക്ഷേ the speaker, however, says that he is so interested in hearing their family song about these places. പക്ഷേ കവി പറയുന്നു, തനിക്ക് ഈ ഒരു ഫാമിലി സോങ് വളരെയധികം ഇഷ്ടമാണ്. അവരുടെ ഈ ഒരു പാട്ട് കേൾക്കാൻ വളരെ താല്പര്യമാണ്. അതേപോലെ ഈ സ്ഥലങ്ങളെ കുറിച്ച് കേൾക്കാനും താല്പര്യമാണ്. ആൻഡ് ഹി ക്യാൻ എൻവിഷൻ ദ വേ ദ വാട്ടർ ലിലീസ് ഓവർഫ്ലോ വിത്ത് റെയിൻ ദാറ്റ് ടിപ്സ് ദം ഓവർ സോ ദാറ്റ് ദ റെയിൻ വാട്ടർ സ്പിൽസ് ഓവർ ദ ടിപ്സ്. ഈ വാട്ടർ ലിലീസ്, ആ അവർ പറയുന്ന ആ പാട്ടിലുള്ള ആ വരികളാണ് ആ വാട്ടർ ലിലീസ്. എന്താണ്? ആമ്പലുകൾ വെള്ളത്തിൽ ഇങ്ങനെ മഴയത്ത് അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിൽ ഇങ്ങനെ ആടി ഉലയുന്ന ആ ഒരു സീനൊക്കെ ആ പാട്ടിലുള്ള വരികളാണ്. അതൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആ പാട്ടിലെ ഓരോ വരികളും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇറ്റ് ഈസ് ദെയർ ഫാമിലി സോങ്. അവരുടെ ഫാമിലി സോങ് തന്നെയാണ് ഈ ഒരു പാട്ട്. ദീസ് വാട്ടർ ലിലീസ് സ്പില്ലിംഗ് വാട്ടർ ഇൻ ടു വാട്ടർ ദെൻ റോക്ക് ബാക്ക് ആൻഡ് ഫിൽ വിത്ത് മോർ. These water lilies move in the rain water and they again fill with water. ആ വെള്ളത്തിൽ ഇങ്ങനെ ആടി ഉലഞ്ഞ് വെള്ളത്തിൻ്റെ ആ ഒരു ആമ്പൽപ്പൂവിൻ്റെ അറ്റങ്ങൾ വെള്ളത്തിൽ മുങ്ങി വീണ്ടും ആടി ഉലയുന്ന ആ ഒരു കാഴ്ചകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇതൊക്കെ ഫീൽ ചെയ്യുന്നത് പാട്ടിലൂടെയാണ്. ഈ ഒരു കാഴ്ചകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ആൻഡ് ദെൻ ബോത്ത് വിമൻ ഹാവ് ബിഗൺ ടു ക്രൈ ബട്ട് നൈദർ സ്റ്റോപ്സ് ദെയർ സിംഗിങ് ഓർ സോങ്. ഇനി അവസാനം കൺക്ലൂഡിങ് ലൈൻസിൽ പറയുന്നത് the speaker in the concluding lines says that both his mother and grandmother started weeping by remembering their good old days. ഈ പാട്ട് പാടുന്ന സമയത്ത്, പാട്ട് പാടി അവസാനം എത്താറാവുമ്പോഴേക്കും they began to weep, കരയാൻ തുടങ്ങും. കാരണം അവരുടെ പഴയ കാലം, പഴയ ചൈന, ആ പഴയ ജീവിതം ഓർത്ത് അവർ കരയാൻ തുടങ്ങും. ബട്ട് ദേ continue their singing, but they never stops their singing. Even though they began to weep at the end of this singing, they never stop this singing. ആ ഒരു പാട്ട് അവരൊരിക്കലും നിർത്താറില്ല. അവർ അവസാനമാകുമ്പോൾ, ഈ കവിത പാടി അവസാനമാകുന്ന സമയത്ത് കരയാറുണ്ടെങ്കിലും പിന്നീട് അവർ ഈ പാട്ട് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. And here we can see major themes, and they are pain of exile, art, tradition and memory. ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്ന മേജർ തീംസ്, പ്രധാനപ്പെട്ട തീംസ്, ആർട്ട്, ട്രഡീഷൻ, മെമ്മറി, അതേപോലെ തന്നെ പെയിൻ ഓഫ് എക്സൈൽ. ഒരു നാട് വിട്ട് ഈ പോയിറ്റും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ചൈനയിലായിരുന്നു. പിന്നീട് US താമസം മാറ്റിയ ആളുകളാണ്. അവരുടെ പ്രശ്നങ്ങളായിട്ട് എക്സൈൽ
എക്സൈൽ മീൻസ് പലായനം ചെയ്തു പോയ ആ വ്യക്തിയാണ്, ആ ഫാമിലിയാണ്. അതാണ് അവരുടെ ആ ഒരു പഴയ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദി സോങ് ക്യാൻ കണക്ട് ദം ടു ദെയർ കൾച്ചർ, ട്രഡീഷൻ ആൻഡ് കസ്റ്റംസ്. ഈ പാട്ടിലൂടെ they will be connected with their culture, tradition and customs. And the poem also reveals the power of art to preserve past and the people together. കഴിഞ്ഞുപോയ കാലഘട്ടത്തെയും അതേപോലെ തന്നെ അവരുടെ ജനങ്ങളെയും ഒരുമിച്ച് നിർത്താനുള്ള കലയുടെ ശക്തിയാണ് ഈ കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.